പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവിഡൻറ്റിനെ കുറിച്ചും ബ്ലൂ ചിപ്പ് ഓഹരികളെക്കുറിച്ചും ബോണസ് ലഭിക്കുന്ന ഓഹരികളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓഹരി വിഭജനം അഥവാ സ്പ്ലിറ്റ് എന്താണ്, ബോണസ് ഓഹരിയും സ്പ്ലിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബോണസ് ഓഹരി ആകുമ്പോൾ നമ്മൾ നീക്കി വച്ചിരുന്ന ഫണ്ടിൽ നിന്ന്, മൂലധനത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് ബോണസായിട്ട് തരുന്നത്. അപ്പോൾ എന്ത് ഗുണമുണ്ട്? അത് ആ കരുതൽ മൂലധനം മാറ്റുന്നത് കൊണ്ട് നമ്മുടെ ബോണസ് തരുന്ന ഓഹരിക്ക് മൂലധനത്തിൽ കുറവൊന്നും വരുന്നില്ല, മുഖവിൽ നമ്മൾ കുറവ് വരുന്നില്ല, എണ്ണം കൂടുകയും ചെയ്യും. അതനുസരിച്ച് ഡിവിഡൻ്റൊക്കെ വന്നു കഴിയുമ്പം കൂടുതൽ കിട്ടും. കുറച്ച് വില കുറവ് വന്നാലും പെട്ടെന്ന് പഴയ വിലയിലേക്ക് തിരിച്ചെത്താം. സ്പ്ലിറ്റ് അങ്ങനെയല്ല. സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പബ്ലിക് ഇഷ്യൂ വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിന് ഒരു ഫേസ് വാല്യൂ, മുഖവില അങ്ങ് നിശ്ചയിച്ചാണ് നമ്മൾ വിപണിയിൽ നടക്കുന്നത്. അത് മുഖവില വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 100 ആയിരിക്കാം, 10 ആയിരിക്കാം, 5 ആയിരിക്കാം, 1 ആയിരിക്കാം. 100 രൂപ വിലയുള്ളത് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിനെ വില കമ്പനിയുടെ വളർച്ച അനുസരിച്ച് ഷെയറിൻ്റെ വിലയും കൂടും. MRFൻ്റെ പോലെയൊക്കെ ഉള്ള 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കായിട്ട് കൂടുമ്പോൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വോളിയം കുറയും, പൈസ ഉള്ളവർ മാത്രം അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതേസമയം എണ്ണം കൂടുകയാണെങ്കിൽ വിലയും കുറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിൽ ആ ബിസിനസ്സിൽ ഭാഗവാക്കാൻ കഴിയും. അങ്ങനെ ട്രേഡിൻ്റെ ഓഹരിയുടെ ക്രയവിക്രയങ്ങളുടെ അളവ് കൂടും, കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു കമ്പനി 100-ൽ നിന്ന് 1 ആക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ച് പറയാം. ജെയിംസ് റിയാലിറ്റി എന്ന കമ്പനിയാണ്. അത് ഇപ്പോൾ അതിൻ്റെ വില 27,430 രൂപയാണ്. 100 രൂപയായിരുന്നു ഫേസ് വാല്യൂ. അത് ഇപ്പം 1 ആക്കി കുറയ്ക്കുകയാണ്. അപ്പോൾ 100 ഷെയർ നമുക്ക് കിട്ടും. 224 രൂപ മിച്ചമായിട്ട് അതിൻ്റെ വില താഴുകയും ചെയ്യും. അങ്ങനെ താഴുകയാണെങ്കിൽ നമുക്ക് അന്നേരം മേടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ മേടിച്ച് വെക്കാം. എങ്ങനെ വേണമെങ്കിലും പറ്റും. നമ്മുടെ കുറഞ്ഞ ഫണ്ട് കൊണ്ട് നമുക്ക് ആ ഷെയറിൽ, ആ ബിസിനസ്സിൽ നമുക്ക് ഭാഗമാക്കാൻ പറ്റും, ഷെയർ ഹോൾഡറാകാൻ പറ്റും, അങ്ങനെ ഉള്ള പങ്കാളികളാകാൻ പറ്റും. ഓഗസ്റ്റ് 20 അവരുടെ റെക്കോർഡ് ഡേറ്റ്. അത് ബോണസിന് നമുക്ക് അങ്ങനെ വരുന്നില്ല. ഇനിയിപ്പം നമ്മൾ ബോണസും റിറ്റും വരുന്ന, ബൈബാക്കും വരുന്ന കുറച്ച് കമ്പനികളുടെ ഡേറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നതുമായ കമ്പനികളെക്കുറിച്ച് പറയാം. നമുക്കത് ഉടനെ പഠനം നടത്തി വേണമെങ്കിൽ നമുക്കത് ഭാഗവാക്കാക്കാൻ പറ്റും. നമ്മളിപ്പം ജെയിംസ് റിയാലിറ്റിയുടെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഉള്ളത് അഗർവാൾ ഇൻഡസ്ട്രിയാണ്. അഗർവാൾ ഇൻഡസ്ട്രി സംബന്ധിച്ചുള്ള 1177 രൂപയാണ്. 1:5 ആണ് വരുന്നത്. 27 സെപ്റ്റംബറിന് അതിൻ്റെ സ്പ്ലിറ്റ് നടക്കും. അതിന് മുമ്പേ മേടിക്കുക. മണി മാറ്റേഴ്സ് എന്ന് പറയുന്നത് 174 രൂപയാണ്. 1:10 ഉണ്ട്. 22 ഓഗസ്റ്റിൽ മുമ്പ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റിൽ പങ്കാളികളായി നമുക്ക് കിട്ടും. ആദ്യത്തെ വിഷൻ എന്ന് പറയുന്നത് 451 രൂപ വിലയുള്ളതാണ്. 1:10 ആണ്. 13 സെപ്റ്റംബറിൽ നമ്മൾക്ക് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റാണ്, റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ബോണസ് ലഭിക്കുന്നവയും ഡേറ്റ് പ്രഖ്യാപിച്ചവയും ഉടനെ ലഭിക്കുന്നതായിട്ടുള്ള കമ്പനിയുണ്ട്. PVV ഇൻഫ്ര 17 രൂപ വിലയാണ്. 1:1 ആണ്. 20 ഓഗസ്റ്റിന് മുമ്പ് വാങ്ങിയിരിക്കണം. സ്പാർക്കിംഗ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, 180 രൂപ വിലയാണ്. 1:10 ആണ്. 22 ആണ്. അതിൻ്റെ സ്പ്ലിറ്റും ഉണ്ട്. മണി മാറ്റേഴ്സ് നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റിൻ്റെ കൂട്ടത്തിൽ. GSDL നമ്മൾ കഴിഞ്ഞ ദിവസം 2566 വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോൾ 75 രൂപ 80 രൂപ കൂടുതലുണ്ട്. ഡേറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. 1:1 ആണ്. 24 ഓഗസ്റ്റിന് മുമ്പ് അത് വാങ്ങിയെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അത് മാർക്കറ്റ്, കമ്പനി വില കൂടുന്നതനുസരിച്ച് പെട്ടെന്ന്, ഇന്ന് മാർക്കറ്റ് കുതിപ്പുള്ള സമയത്ത്, ഇപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇതിൻ്റെ വില പെട്ടെന്ന് കൂടും. ബോണസിൻ്റെ ഡേറ്റ് എടുക്കുന്നതോറും കൂടി വരും. പലതിനും 70 രൂപ 80 രൂപ ഒക്കെ കൂടിയ കമ്പനികളുണ്ട്. BST ഇൻഡസ്ട്രി ടുബാക്കോ കമ്പനിയാണ്. 4220 ആണ്. 10:1 ആണ്. അത് 6 സെപ്റ്റംബറാണ് ഡേറ്റ്. റൈറ്റ്സ്
651 രൂപ വിലയാണ്. 1:1 ആണ്. 20 സെപ്റ്റംബറിൽ ആണ് അവരുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഗാർമെൻറ് മന്ത്ര എന്ന് പറയുന്ന 6 രൂപ വിലയാണ്. 1:1 ആണ്. 23 ഓഗസ്റ്റാണ് അതിൻ്റെ ഡേറ്റ്. പിന്നെ ബൈ ബാക്ക് കുറിച്ചുള്ള 1-2 കമ്പനി ഉണ്ട്. നമ്മുടെ പോണ്ടി ഓക്സൈഡ് പറയുന്ന PDCL എന്ന് പറയുന്ന കമ്പനി സ്പ്ലിറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഹരി മടക്കി വാങ്ങുന്ന കമ്പനി AI എഞ്ചിനീയറിങ് 4,444 രൂപയാണ് ഇപ്പോഴത്തെ വില. അത് 5,000 രൂപയ്ക്ക് മടക്കി വാങ്ങുമെന്ന് പറയുന്നു. എത്ര എണ്ണം മടക്കി വാങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 10 തിരിച്ച് വാങ്ങുമെന്നോ ഒന്നും അവർ പറയുന്നില്ല. അതിൻ്റെ ഇത് പ്രഖ്യാപിക്കും. അനുവാദം എത്രയെന്ന് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് പഠിച്ചു വെക്കുക. സിംഫണി എന്ന് പറയുന്ന കമ്പനിയും 1,500 രൂപ വിലയാണ്. അവർ 2,500 തിരിച്ച് മടക്കി വാങ്ങുന്നു എന്ന് പറയുന്നു. വിശദവിവരങ്ങൾ അറിവായിട്ടില്ല. അതറിയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഇത് സ്ഥിരമായിട്ടിത് കാണുക. ഞാൻ കുറച്ച് എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. എൻ്റെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഇതാണ്. ഇത് റെക്കമെൻഡേഷനല്ല. യാതൊരു കാരണവശാലും ഇത് നിങ്ങളോട് വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്നതല്ല. ഇത് എൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്നതാണ്. നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമ്പനികളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക.